വേൾഡ് ലാർജസ്റ്റ് ട്രേഡ് ഷോ ആയിട്ടുള്ള കാനൺ ഫെയർ അറ്റൻഡ് ചെയ്യാനാണ് ഇന്ന് ഞാൻ പോണത്. കാനൺ ഫെയർ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബയേഴ്സ് ബാഡ്ജ് വേണം. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് ബയേഴ്സ് ബാഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു. കാനൺ ഫെയറിൽ പ്രൊഡക്റ്റ് കാറ്റഗറിനെ ബേസ് ചെയ്തിട്ട് phase 1, phase 2, phase 3 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് phase 3 ആണ്. കാനൺ ഫെയർ ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ കാണാം. ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് സ്റ്റോൾസും അവരുടെ പ്രൊഡക്ട്സ് എക്സിബിഷനും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ന്യൂ കമ്പനീസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ വൺ പ്രൊഡക്റ്റ് അവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും. ഞങ്ങൾ ഇപ്രാവശ്യം phase 3 കണ്ടത് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പിന്നെ ടെക്സ്റ്റൈൽസ്, ടോയ്സ് ആൻഡ് ബേബി പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഏരിയാസിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാനൺ ഫെയർ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു പോസിറ്റീവ്, നമുക്ക് ഇവിടുന്ന് ഓരോ പ്രൊഡക്ട്സിന്റെയും പ്രൈസും അതിന്റെ MOQയും ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ ബെസ്റ്റ് സെല്ലർ ഫ്രം ദി ഹോൾ ഇവന്റ്. കാനൺ ഫെയർ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. ഒരു 4 to 5 days എങ്കിലും കാനൺ ഫെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാനൺ ഫെയറിന്റെ ബാക്കി വിശേഷങ്ങളും ഞാൻ എന്റെ ബിസിനസിന്റെ പ്രൊഡക്ട് സോഴ്സിന് വേണ്ടി പോയതും കാണിക്കാം.